അയാളെന്താ മറ്റുള്ളവരെ കാര്യം നോക്കാനല്ലേ പോയത്. അല്ലേ ചെയ്തത്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഒന്നൊട്ടിക്ക് രണ്ടുപേരും കൂടെ ചെയ്യുന്ന കേട്ടാ. ഒരാൾ മാത്രമാണെന്ന് വിചാരിക്കരുത് വീഡിയോ കാണുമ്പോ. ഞാന് സേമിയയും പാലടയൊക്കെ ചെയ്ത് കുറെ വർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് കാലത്തെ തുടങ്ങി, ഇന്നലെ രാത്രിയെ തുടങ്ങിയ വർക്കാ. അങ്ങനെ ഇതിനിപ്പോ ഇത് കൊണ്ട് കടകളിലെത്തിക്കണം. ഇതിപ്പോ ഒരു കടയിലേക്കുള്ള ഓർഡർ. ഞങ്ങൾ അധികം എടുത്തില്ല. ഓർഡർ വന്നായിരുന്നു. പിന്നെ നാളത്തേക്കും കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. നാളത്തേക്കും മറ്റന്നാളത്തേക്കും. ഇപ്പൊ ഓണം വരെ ഇല്ലാത്തോണ്ടേ ഒറ്റയ്ക്ക് നടക്കത്തില്ല. കുറച്ച് ഓർഡർ എടുത്താൽ ഉള്ള വൃത്തി ചെയ്താൽ. ഏറ്റവും വലിയ ജോലിയാണ് പാക്കിങ്. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നങ്ങ് പാക്ക് ചെയ്ത്. ഇന്നലെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ 11 മണിയായി. അതായത് അതെല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇന്ന് ബോക്സിലാക്കി. ഇന്ന് കറണ്ട് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇത് ചെയ്ത് വെച്ച്. ബോക്സിലാക്കുന്നതിന് കറണ്ട് വേണ്ടില്ല, ഡേറ്റും ഒക്കെ അടിച്ച്. ഞങ്ങളെ നമ്മള് രജിസ്റ്റേർഡ് ആണ് കേട്ടാ. ഞങ്ങള് ബ്രാൻഡിൽ ഞങ്ങള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പേരിൽ ആർക്കും തുടങ്ങാൻ പറ്റില്ല. ഞങ്ങളിത് രജിസ്റ്റർ ചെയ്ത ബ്രാൻഡാണ്. കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരുപാട് പ്രോഡക്റ്റ് വേറെ ഉണ്ടായിരുന്നു. നമ്മള് കുറെയൊക്കെ നിർത്തിയെന്ന് പറയാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടി എത്ര കൂടും? സ്റ്റാഫുകൾ വന്നാ 2 ദിവസം അവര് നിക്കത്തില്ല. അവർക്കൊന്നും വയ്യ, ജോലി ചെയ്യാൻ വയ്യ. ജോലി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാവ് പാക്ക് ചെയ്യാൻ വയ്യ. പൊടി എന്നും പറഞ്ഞ് പോകും. 2 ദിവസം ജോലി ചെയ്ത 4 ദിവസം ലീവ്. അതെ, നമ്മള് ചിലപ്പോ വലിയ വർക്കുകൾ എടുത്ത് വെക്കും, അവര് വരത്തില്ല. ഞങ്ങള് വിട്ടുപോകും. കുട്ടികളെ ആരെയൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന ജോലി ഞങ്ങൾ ചെയ്യും, എല്ലാം ചെയ്യും. ഞങ്ങൾ ഈ ബോർഡിനകത്തൊക്കെ നമ്മൾ പിൻ ചെയ്ത് നമ്മള് വീഡിയോ എടുത്ത് നമ്മൾ ഒരുപാട് വേറെ പണിയൊന്നുമില്ല. വിയർപ്പ് ഒഴുക്കാതെ പൈസ ഉണ്ടാക്കുന്നത്. ഒന്നും അല്ലാതെ ഇരുന്ന ആള് സ്വന്തം അധ്വാനത്തിലൂടെ ഒരു സ്ഥാപനം തുടങ്ങി അത് ഈ നിലയിലൊക്കെ എത്തിച്ച്. അപ്പൊ പിന്നെ ഞങ്ങള് വിയർക്കാത്തവരാ. പിന്നെ നമ്മള് ഇത്രയൊക്കെ ആയി. നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ കിടന്ന് ജോലിയും ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ചാൾ കഴിയുമ്പോ അങ്ങ് മരിച്ചു പോകും. 10 പേര് അറിയട്ടെ, മരിച്ചു പോകുമ്പോഴെങ്കിലും 10 പേര് അറിയട്ടെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങളെ ജീവിതം കുറച്ച് ആസ്വദിക്കണം. എൻജോയ് ചെയ്ത് ആസ്വദിച്ച്. അതെ, അല്ല ഞങ്ങള് ജോലി ഇല്ലാത്തവരൊന്നും അല്ല. ഇനി 24 മണിക്കൂറും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ്. ഇത്തിരി സമയം മാറിയിരിക്കുന്നുള്ളു. അപ്പം ഞങ്ങളോട് ചിലരൊക്കെ പറയണേ, നമ്മക്കും ഉണ്ട് ആഗ്രഹം ഇങ്ങനെയൊക്കെ തുടങ്ങാം, പക്ഷെ ഞങ്ങള് മുഖത്തോട് മുഖം നോക്കി അടിയാ, അതുകൊണ്ട് ചെയ്യുന്നില്ല. 1-2 പേര് പറഞ്ഞു. ഞങ്ങൾ അങ്ങനൊന്നും ഇല്ല കേട്ടാ. നമ്മളുടെ ലൈഫ് ഇങ്ങനെ ആസ്വദിച്ചു പോകുന്ന ഒരു ജോലി. ഞാൻ ജോലി ചെയ്യുമ്പോ എനിക്കൊപ്പം ജോലി ഇറങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇത്തരം വരെ. ഞങ്ങള് കിച്ചണിലും അങ്ങനെ തന്നെ കേട്ടാ. കിച്ചണിലും അങ്ങനെ തന്നെ. രാവിലെ നമ്മള് എനിക്ക് രാവിലെ കുട്ടികളെയൊക്കെ ഓടാൻ നേരത്തേക്ക് ഓടി വന്ന് എനിക്ക് എല്ലാം അരിഞ്ഞും പിറക്കിയൊക്കെ തന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പല ജോലികളും ചെയ്തു തരും. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ കിച്ചണിലെ ജോലികൾ നേരത്തെ തീർക്കും. പിന്നെ അവിടുത്തെ പണി, പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ പണി, അത് കഴിഞ്ഞ് ഞങ്ങളെ വീഡിയോ എടുക്കും. ഞങ്ങൾ വീഡിയോ എടുക്കാതിരുന്നതാ. അപ്പോഴ് എന്താ പറ്റിയത്, ഈ സാധനം ഇപ്പൊ കൊടുക്കണം, അല്ലെങ്കിൽ വൈകിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചിരുന്നേ. അത് ഇതില്ലേ, തീർന്ന കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞങ്ങളിത് ജോലിയെല്ലാം ചെയ്തിട്ടേ നമ്മളുടെ ഈ ജോലി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഇടുമ്പോ നമ്മൾ അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിടുമ്പോ അല്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് 99% പേര് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കുറഞ്ഞ ചുരുക്കം ഞങ്ങളെ നാട്ടുകാർ ഫുൾ സപ്പോർട്ടാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം. കാണുമ്പോഴൊക്കെ എല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ബലമാണ്. പിന്നെ ഈ പുറത്തുള്ളവരല്ലേ, അത് മുഖമില്ലാത്ത പ്രൊഫൈലുകള്. അവര് പറയട്ടെ, പറയുന്നവർ പറയട്ടെ. ഈ പറയുന്നവർക്ക് എന്തെങ്കിലും അവരൊരു കൂലിയെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് അവർ പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. വന്നിട്ട് നിങ്ങൾക്ക്
കൂലിപ്പണിക്ക് പോയിക്കൂടെ, തൊഴിലുറപ്പിന് പോയിക്കൂടെ, നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇറക്കാൻ പോയിക്കൂടെ, ഇങ്ങനെയൊക്കെയാണ് അതുപോലെ ജോലിയാണ്. അത് അവര് മനസ്സിലാക്കണം. അതുപോലും ചെയ്യാൻ പറ്റാത്തവരാണ് ഈ കിടന്ന് പറയുന്നത്. തൊഴിലുറപ്പിന് പോകുന്ന ഒരു ജോലിയാണ്, അതിനും പൈസ. ഇതൊന്നും ഉണ്ടായിരുന്നവരൊന്നും അല്ല, നമ്മളുടെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് തന്നെ പറയാം. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് പ്രോഡക്റ്റ് ചെയ്ത് ഇവിടുന്ന് ഇറക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ. ഞാൻ ജോലി ചെയ്യുന്നതിനൊപ്പം ശരിക്കും പറയണമെങ്കിൽ ഇതൊക്കെ തുടങ്ങാൻ ഒരു എനർജി തന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് നിന്നതാ. നാട്ടിൽ നിന്ന് ഇവിടെ നിന്നാ മതി, പോകണ്ട എന്ന് പറഞ്ഞ് ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. ഞങ്ങളെ സ്വന്തം കഴിവിൽ, സ്വന്തം അധ്വാനത്തിൽ, ആരുടെയും ഒരു പൈസ, ഒരു രൂപ പോലും ഞങ്ങൾ ആരെയും വാങ്ങിയിട്ടല്ല ഇത് ചെയ്യുന്നത്. നമ്മുടെ ബന്ധുക്കളാവട്ടെ അവരെയൊന്നും ഞങ്ങൾ ഒരു സഹായം ചോദിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണിത്. അത് ഞങ്ങളുടെ അധ്വാനം മാത്രമാണ്. ഞങ്ങൾ ഇത്രയും നാളും അതിനു വേണ്ടി മാത്രം അധ്വാനിച്ചത്. അതിപ്പോ ഒരു സ്റ്റാൻഡായപ്പോ ഞങ്ങൾ ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അന്തസ്സായിട്ട് ജീവിച്ചു പോവാം. പക്ഷെ നമ്മള് വെറുതെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി ഇതൊരു ജീവിതം അല്ലല്ലോ. കുറച്ച് ആസ്വദിക്കണം. ഞങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തൊക്കെ കാണിക്കണം. നമ്മുടെ കഥകളെന്ന് പറയുന്നത് ഞങ്ങൾ ആരെയും വാങ്ങുന്നതോ കേൾക്കുന്നതോ ഒന്നുമല്ല, ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ ഞങ്ങളുടെ കഥയെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പൊ നമ്മുടെ കഥ കൊള്ളാഞ്ഞിട്ടാണ്, അതിന് ഞങ്ങൾക്ക് ഒരു കഴിവില്ലേ. ഇനിയിപ്പൊ അഭിനയത്തിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നെങ്കിലും നമ്മുടെ കഴിവ് തന്നെയല്ലേ. അത് അംഗീകരിച്ച് കുറേ പേരുണ്ട്. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ അങ്ങനെയുള്ളവരോട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ കുറേ നാൾ മുമ്പ് വിചാരിച്ചതാ. അപ്പോഴും നമുക്ക് സമയം കിട്ടിയില്ല. കുട്ടികളുടെ കാര്യവും ഈ ബിസിനസ് കാര്യവും ഇതും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. ഇപ്പൊ ഞങ്ങൾ കുറച്ച് അല്ലേ, നമുക്ക് ഇതുകൊണ്ട് ജീവിക്കാം, നല്ല അന്തസ്സായിട്ട് ജീവിക്കാം. പിന്നെ കുറെ പേര് കമന്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ നരകത്തിൽ പോകും അല്ല, നമ്മള് വീഡിയോ എടുക്കും. അപ്പൊ അവരെല്ലാം സ്വർഗം ഉറപ്പിച്ചു വെച്ചേക്കുന്നവരാ. അവരൊന്നും വീഡിയോ ഇടുന്നോണ്ട് നരകത്തിൽ പോകുന്നു അല്ല. ആ നരകത്തിൽ പോകുമെന്ന് പറയുന്നവര് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ഏറ്റവും വലിയ ആളായിട്ടാണ് പറയുന്നത്. കാര്യം അള്ളാഹുടെ ജോലി ഏറ്റെടുത്ത ആള്. അയാളെ പറയുന്നവര് വീഡിയോ കാണരുത്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കമന്റ് വരുന്നത്. ഈ പറയുന്നവര് അത് കാണാനാ കേറുന്നത്. അപ്പൊ കാണുന്നവര് സ്വർഗത്തിൽ പോവല്ലേ. അതുകൊള്ളാം. ഈ പറയുന്നവര് പോയിരുന്ന് ഓതിയാ നിസ്കരിക്കുക ചെയ്തോണ്ടിരിക്കും. ഈ വീഡിയോ കാണുന്നവര് സ്വർഗത്തിൽ പോകും, വീഡിയോ അഭിനയിക്കുന്നവര് നരകത്തിലും പോകും. അങ്ങനെയൊക്കെ കൊറേ സദാചാരവാദികളുണ്ട്. ഒന്നും പറയണ്ട. ഇഷ്ടമല്ലാത്തവര് കാണരുത്. നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഫോൺ കാണുന്നു, ഞങ്ങൾ കാണും ഫോണില്. നമ്മൾ വരുന്ന റീൽസും വീഡിയോസും എല്ലാം കാണുകയും ചെയ്യും, നമ്മൾ ചെയ്യുകയും ചെയ്യും. അതെ, ഈ പറയുന്നവര് നമ്മൾ നരകത്തിൽ പോകും, തലയെ തട്ട ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നരകത്തിൽ പോകുന്നു പറഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും പറഞ്ഞ നമുക്ക് നമ്മളുടെ ജോലി. പാക്കിങ് കവർ എടുത്തിട്ടോ. അങ്ങനെ ഞാന് ഗൾഫിൽ നിന്ന് വന്ന് ഇനി തിരിച്ചു പോരുത്, ഇവിടെ തന്നെ നിന്നായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യും? അതല്ല, അതിന് നമുക്ക് ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് തുടങ്ങിപ്പിച്ചതാ ഇത് മില്ല് എല്ലാം. ഞങ്ങളുടെ രണ്ടുപേരും അധ്വാനം. ഞാൻ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസ ഒരു രൂപയും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും വീഡിയോ വയ്ക്കാനും എല്ലാത്തിനും ആള് സഹായിച്ച ഒരാളാണ് ഈ ഇരിക്കുന്നത്. ആളിപ്പോ ഞാൻ വീഡിയോ എടുക്കും, വീഡിയോയുടെ കൂടെയും ഒപ്പം കൂടെ ഉണ്ട്. മില്ലിൽ പണിക്ക് ചെന്നാലും അവിടെയും ഉണ്ട്, പാക്കിങ്ങിന് അവിടെ ഉണ്ട്. എവിടെ പോയാലും ഞാൻ മെഷീനൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കമ്പനിയായിട്ട് കോണ്ടാക്ട് ആയി എൻ്റെ കൂടെ വന്ന് എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഒരാളാണ് ഈ ഇരിക്കുന്നത്. കൂടെ ഓരോ കമ്പനികളിൽ വരികയും അവിടുത്തെ മെഷീൻ ഏതൊക്കെ വേണമെന്നത് നോക്കി ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിൽ എടുത്ത് കൊണ്ടുവന്ന്. അതും ഒരു കാര്യം ശരിയാ, എവിടെ പോയാലും കൂടെ കൂട്ടുന്നു. എന്നെ കൊണ്ടുപോകും, അല്ലാതെ പോകത്തില്ല. എനിക്കാണെങ്കിൽ ഞാൻ പറയും പോയിട്ട് വാ. അത്
എവിടെയോ ഒരു കാര്യത്തിന് എന്തിനോ ചെന്നപ്പോ അവര് ചോദിക്കുകയും ചെയ്തില്ലേ എന്നെ കിട്ടി. ഞാനന്ന് പോയില്ല. എവിടെ ഒരു ദിവസം പോയപ്പോഴാ ആളില്ലേ കൂടെ. എപ്പോഴും എന്റെ കൂടെ എവിടെ ഒരു കല്യാണത്തിന് പോയാലും ഒരു മരിപ്പിന് പോയാലും എവിടെ പോയാലും എന്റെ വാലേ കൂടെ ഉണ്ട്. കൂടെ പോകുന്നതല്ലേ എന്നെ പിടിച്ചോണ്ട് വന്നതാണ്. ഇയാളില്ലെങ്കിലേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഇയാളില്ലെങ്കിൽ എനിക്ക് എന്തോ കളഞ്ഞു വേണക്ക. അതാ കൂടെ കൂട്ടിക്കൊണ്ടോ. ഞങ്ങളെ കാര്യങ്ങൾ കേട്ട് എല്ലാരും ബോറടിച്ചിരിക്കും. വേണ്ട. അല്ല അതൊരു നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം. കറണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ജോലിയില്ല. എനിക്കാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ പോയാൽ നിൽക്കാൻ പോലും പറ്റൂല. ഇച്ചിരി നേരം അനങ്ങാതെ ചെയ്യാതിരിക്കുമ്പോ ഞാൻ ഇത് എനിക്ക് കൊണ്ടു കൊടുക്കണേ. അപ്പം കൊണ്ടു കൊടുക്കാൻ എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. നമ്മളെ സ്റ്റീമിന്റെ അതൊരു ദിവസം കാണിക്കാം. പുട്ടുപൊടിയുടെ പണിയുണ്ട്, അത് കാണിക്കാം. ഇന്ന് വർക്ക് ഉണ്ടായിരുന്നായിരുന്നു, കറണ്ട് ഇല്ലാത്തോണ്ട് ഞങ്ങൾ ചെയ്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പുട്ടുപൊടിയിലായിരുന്നു. കുറെ നേരം കൊണ്ട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക നമ്മളുടെ. ഞങ്ങളുടെ എഫ്ബിയില് കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇടുന്നുണ്ട് കേട്ടാ. അത് വെർട്ടിക്കൽ ടൈപ്പ് വീഡിയോസ് FB-ക്കാരെടുക്കൂന്ന്. ഞങ്ങള് മറ്റേതാണ് ഇടുന്നത്. അതുകൊണ്ടാ കൂടുതലും വീഡിയോ ഇടാത്തത്. വീഡിയോ ഇടുന്നുണ്ട് മറ്റേതില്. അപ്പഴേ ഷമി എനിക്കിത് കൊണ്ട് കൊടുക്കണം. അപ്പം എല്ലാവർക്കും അപ്പം ബൈ.